നമസ്കാരം. ഇരിക്കും. എന്താണ്? എൻ്റെ പേര് പാരിജാതൻ. ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പം ലീവിന് നാട്ടിൽ വന്നപ്പോൾ അച്ഛനൊരാഗ്രഹം. അച്ഛൻ്റെ പേരിലൊരു 44 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ എനിക്കും എൻ്റെ മൂത്ത ഏട്ടനും കൂടി അത് പപ്പാതി വീതിച്ച് തരാൻ വേണ്ടിയിട്ട് ഇഷ്ടദാനം ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അത് ഞങ്ങളൊരു ആധാരെഴുത്ത് ഓഫീസിൽ ചെന്ന് അപ്പോൾ ഭീമമായ ഒരു എമൗണ്ടാണ് എഴുത്തുകൂലിയായിട്ട് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച പറഞ്ഞപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്തൊന്ന് വന്നത്. അതിപ്പോൾ ഈ സ്വന്തമായിട്ട് ആധാരം എഴുതാനായിട്ട് പ്രത്യേക നടപടിക്രമങ്ങളൊന്നുമില്ല. അപ്പോൾ സാധാരണ ആധാരം എഴുതുന്ന ആൾക്കാർ എഴുതുന്ന മാതിരിയൊക്കെ തന്നെയാണ്. അത് ആദ്യം ഡ്രാഫ്റ്റ് ആക്കുക, പിന്നെ അത് അസലിലേക്ക് പകർത്തുക, അങ്ങനെയൊക്കെയാണ്. അല്ല, അത് അറിയാനായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ജില്ലാ രജിസ്ട്രാറിൻ്റെ അടുത്ത് തന്നെ വരേണ്ട കാര്യമൊന്നുമില്ല. സബ് രജിസ്ട്രാറിൻ്റെ അടുത്ത് പോയാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് ഈ രജിസ്ട്രേഷൻ ഐജിയുടെ പ്രത്യേക സർക്കുലർ ഉണ്ട്. ഇത് ആദ്യമായിട്ട് എഴുതുന്ന പരിചയമില്ലാത്ത ആൾക്കാർക്ക് ആധാരം എഴുതാനുള്ള വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുണ്ട്. അത് അല്ല സാറേ, ഞാൻ സബ് രജിസ്ട്രാറിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടായി. അപ്പോൾ പുള്ളി അത് പറഞ്ഞു തന്നില്ലെന്ന് മാത്രമല്ല, എന്നെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. അത് എവിടെയാണിത്? അത് നമ്മുടെ പഴമുക്ക് സബ് രജിസ്ട്രാർ ഓഫീസില്ലേ, അവിടെ മന്മഥൻ എന്ന് പറഞ്ഞിട്ടാണ്. മന്മഥൻ അത് ശരി. മന്മഥന്റെ അടുത്താ പോയത് അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു പരാതി എഴുതി ഇങ്ങോട്ടാ, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ കേട്ടോ. അത് ഞാൻ അന്വേഷിക്കാം. പിന്നെ നിങ്ങളിപ്പോ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങളിപ്പോ ഇത് എങ്ങനെ ആധാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇഷ്ടദാനാണോ അതോ വിലയാധാരാണോ? ഇഷ്ടദാനം ചെയ്യാന്നാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇഷ്ടദാനത്തിന്റെ ഒരു മോഡൽ ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങളായിട്ടൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് അത് പിന്നെ ഏതെങ്കിലും സബ് രജിസ്ട്രാറിനെ കാണിച്ചിട്ട് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തിരുത്തുക. ഒരു 3-3:30 ശേഷമൊക്കെ പോയാൽ മതി അവരുടെ അടുത്ത്. നല്ല തിരക്കായിരിക്കും അതുവരെ അവർക്ക്. പിന്നെ ഈ ഫയലിംഗ് ഷീറ്റ് ഫീസ് അടച്ച് വാങ്ങുക. അതിനുശേഷം ഫയലിംഗ് ഷീറ്റിലും മുദ്രപത്രത്തിലും കൂടിയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ആധാരം എഴുതുന്ന ആൾ ഈ ആധാരത്തിൽ കക്ഷിയായിരിക്കണം. അല്ലാണ്ട് അയൽവക്കക്കാരുടെ ആധാരം നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അതെ സാറേ, ഈ ആധാര എഴുത്തുകാരെ അവരുടെ എഴുത്ത് ഫീസായിട്ട് വായി തോന്നണ എമൗണ്ട് വാങ്ങാൻ പാടുണ്ടോ? അത് വാങ്ങാലോ. പിന്നെ കൊടുക്കാൻ തയ്യാറുള്ള പൊട്ടന്മാരുണ്ട്. പിന്നെ ഇപ്പോൾ അവർക്ക് വാങ്ങണമെന്താണ്? നിയമപരമായിട്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു തുക എന്ന് പറയുന്നത് 400 മുതൽ 7500 രൂപ വരെയാണ്. അത് അതിപ്പോൾ ഈ രജിസ്ട്രേഷൻ്റെ ഇതിൻ്റെ സംഖ്യയുടെ തോതനുസരിച്ചിട്ട് ഇരിക്കും.